ഹലോ, എല്ലാവർക്കും എൻ്റെ വീട്ടിലേക്ക് സ്വാഗതം. ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ചക്കക്കുരു വെച്ച് നല്ലൊരു ഐറ്റം ഉണ്ടാക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഗ്ലാസ് പച്ചരിയല്ല, പുഴുക്കുതരി ഒരു ഇത്ര ചക്കക്കുരു, ഒരു 10-20 ചക്കക്കുരുവാണ്. ഇതെല്ലാം കൂടെ വേവിച്ച് നമുക്ക് നല്ലൊരു പലഹാരം ഉണ്ടാക്കാം. അപ്പോൾ അത് നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി കോരിയെടുക്കാം. ഉണ്ടാക്കാനായിട്ട് കേട്ടോ, നമുക്ക് ചെറിയ ചക്കക്കുരു വെച്ച് അരിയുണ്ട പോലെ ഉണ്ടാക്കുന്നത്. ഇത് നല്ല ഒരു പോണി പുഴുക്കലരി കേട്ടോ. ഇത് നല്ലപോലെ ഒന്ന് മൂക്കട്ടെ. നല്ല പുഴുക്കലരി ആയിരുന്നു കേട്ടോ. അതും ഈ ചക്കക്കുരും കൂടെ വെച്ച് നല്ല രുചിയായി കഴിക്കാൻ. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കാപ്പിയിലൂടെയൊക്കെ കഴിക്കുന്ന ഒരു എന്നിട്ട് അങ്ങോട്ട് കണ്ട 4, 3, 4, 5, 6 ഏലക്ക ഇട്ടിട്ടുണ്ട്. മണത്തിന് വേണ്ടി ഇച്ചിരി ജീരകം ഇട്ടിട്ടുണ്ട്, നല്ല ജീരകം ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാക്കാം. ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. അന്നേരം ഇതിനകത്തുള്ള ചൂട് കൊണ്ട് അതങ്ങ് ശരിയായിക്കോളും. ശർക്കര ഒന്ന് പാനിയാക്കാൻ വേണ്ടി കേട്ടോ. വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെള്ളം ഒന്ന് തിളക്കട്ടെ. ശർക്കര ഇട്ടിട്ടുണ്ട്, അതൊന്ന് തിളക്കട്ടെ. ശരി, അപ്പോൾ ഇത് നല്ലപോലെ തണുക്കി അങ്ങ് പോകും. എന്നിട്ട് എന്താ ഏലക്ക അടപ്പുണ്ട്, ജീരകമുണ്ട്, ഇതെല്ലാം കൂടെ നല്ലപോലെ അങ്ങ് പൊടിച്ച് എടുക്കണം. ഇത് നമ്മൾ വേവിച്ച് വെച്ച ചക്കക്കുരു ഇതിപ്പോൾ തണുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ അങ്ങ് നല്ലപോലെ അങ്ങ് അരച്ചെടുക്കണം. ഇത് ഒരു മുറി തേങ്ങയുണ്ട്, പിന്നെ അതാ ഇച്ചിരി ഇഞ്ചി, ഒരു കഷ്ണം ഇഞ്ചി അത് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നല്ലപോലെ അങ്ങ് അരച്ചുകൊണ്ട് വരാം. ഇച്ചിരി നെയ്യ് ഒഴിച്ചിട്ടുണ്ട്, നല്ലൊരു സ്പൂൺ നെയ്യ് ഒഴിക്കണം. ശർക്കര ഒഴിച്ചിട്ടുണ്ട്, അതൊഴിച്ചിട്ട് അതൊന്ന് അളവിന് ഉപ്പിട്ട ഒരു കുറച്ച് ഉപ്പ്. ഇത് നല്ലപോലെ അരച്ചു വെച്ച തേങ്ങ കേട്ടോ. തേങ്ങ നല്ലോണക്ക് വടിയെ അരച്ചിട്ടുണ്ട് കേട്ടോ. തേങ്ങ ഒഴിച്ചിട്ടുണ്ട്. തേങ്ങ ഒന്ന് ചൂടാക്കുക. തേങ്ങയുടെ കൂടെ നമ്മൾ നല്ല ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ അരച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ആ ഇഞ്ചിയുടെ മണമുണ്ട്, നല്ല മണമുണ്ട്. തേങ്ങയും അരച്ചതും കൂടെ ചേർത്ത് അതൊന്ന് തിളക്കട്ടെ. തേങ്ങ ഇതും കൂടെ ഒന്ന് തിളക്കട്ടെ. പച്ച മണം ഒന്ന് മാറട്ടെ. നല്ല നമ്മൾ ഇഞ്ചി അരച്ചില്ലായിരുന്നു, അപ്പം അതിൻ്റെ നല്ലൊരു മണവും കൂടി ഇതിനകത്തുണ്ട് കേട്ടോ.
ചക്കക്കുരുവൊക്കെ അതിൻ്റെ ആ ഗ്യാസിൻ്റെ പൊള്ള ഒന്നും വരത്തില്ല. നല്ല വയറിനൊന്നും ഒരു കുഴപ്പവും വരത്തില്ല. പച്ച തേങ്ങയുടെ ഇതൊക്കെ അങ്ങ് മാറി. നമുക്ക് ആ ചക്കക്കുരു നല്ല പേസ്റ്റ് പോലെ അടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഇതിനകത്തോട്ടങ്ങ് ഇടാം. നല്ലപോലെ അങ്ങ് ഇളക്കി കൊടുക്കാം. ഒന്ന് കുറുവട്ടെ. ഇപ്പം നല്ലപോലെ കുറുവിട്ടുണ്ട് കേട്ടോ. കുറുവി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇച്ചിരി കൂടെ ഒന്ന് വെള്ളം പറ്റട്ടെ. ഭയങ്കര പുക. ഇനി വാങ്ങി വെക്കട്ടെ. വാങ്ങി വെച്ചിട്ട് തണുത്തിട്ട് നമുക്ക് ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടി കേട്ടോ. തണുക്കട്ടെ. ഇത്ര ഉരുള കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ പേരെന്തോന്നെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല. പക്ഷെ നല്ലത് എല്ലാവർക്കും ഇഷ്ടപ്പെടും. കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെടും. നമുക്കിത് കുഞ്ഞുങ്ങൾക്ക് വൈകിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ നല്ലൊരു പലഹാരം. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതെല്ലാം അരച്ചതാണ്. അരച്ച് നല്ല ഉണ്ട്. തേങ്ങയും നമ്മുടെ ചക്കൂരും എല്ലാം നല്ലപോലെ അരച്ചതുകൊണ്ട് നല്ല ടേസ്റ്റാണ്. നല്ല രുചിയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. എല്ലാവരും എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം. ശരി.